നമസ്കാരം. ഏവർക്കും കനകധാര വ്ലോഗ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഓരോ വീഡിയോസും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉപകാരപ്രദമായിരിക്കുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒരു മനുഷ്യായുസ്സിൽ കഷ്ടകാലവും നല്ല കാലവും നമ്മൾ അനുഭവിക്കേണ്ടതായി വരും. ഒരാൾക്കും എന്നും ദുഃഖിച്ചിരിക്കേണ്ടി വരില്ല. പൂർണ്ണ സന്തോഷത്തോടു കൂടിയും ഇരിക്കാൻ കഴിയില്ല. സുഖദുഃഖ സമ്മിശ്രമാണ് മനുഷ്യജന്മം. സുഖം അനുഭവിക്കുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുകയും ദുഃഖം വരുമ്പോൾ ദൈവത്തിനെ പഴിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. ദോഷകാലം വരുമ്പോൾ മാത്രമല്ല, സദാസമയവും നമ്മൾ ദൈവീക ചിന്തയോടെയും മറ്റുള്ളവർക്ക് നന്മ പ്രവർത്തിക്കുന്നവരിൽ ആയിട്ടും ജീവിച്ചാൽ എന്ത് പ്രതിസന്ധി നമുക്ക് വന്നാലും ദൈവം നമ്മളോടൊപ്പം എന്നും ഉണ്ടാകും. ഓരോ പ്രതിസന്ധിയിലും നമ്മളെ ഈശ്വരൻ കൈപിടിച്ച് ഉയർത്തുകയും ചെയ്യും. അതിന് നാം നിരന്തരം ഈശ്വരനുമായി ചേർന്ന് നിൽക്കുകയാണ് വേണ്ടത്. നാം ഓരോരുത്തർക്കും പലവിധ പ്രയാസങ്ങളാണുള്ളത്. ഒരാൾക്ക് കടബാധ്യതയെങ്കിൽ മറ്റൊരാൾക്ക് രോഗദുരിതം, അതുമല്ലെങ്കിൽ കുടുംബകലഹം. അങ്ങനെ നീണ്ടു പോകുന്നു ഓരോ മനുഷ്യൻ്റെയും പ്രശ്നങ്ങൾ. പൂർണ്ണരായി ജീവിക്കുന്നവരായി ആരും തന്നെയില്ല. എന്നാൽ നാം രോഗമറിഞ്ഞ് ചികിത്സ തേടുന്നത് പോലെ തന്നെ നമ്മുടെ പ്രശ്നം എന്താണെന്നറിഞ്ഞ് ദൈവവുമായി നിരന്തരം ആശയവിനിമയം നടത്തുകയാണ് വേണ്ടത്. അതിന് നമ്മളെ സഹായിക്കാൻ നിരവധി മന്ത്രങ്ങളും താന്ത്രിക കർമ്മങ്ങളുമെല്ലാം നിലവിലുണ്ട്. എന്നാൽ കേവലം ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് മന്ത്രോപാസന. നമുക്ക് എന്ത് പ്രശ്നമോ ആയിക്കൊള്ളട്ടെ, അതെന്തു തന്നെയായാലും സൗന്ദര്യലഹരിയിൽ പരിഹാരമുണ്ട്. സൗന്ദര്യലഹരി എന്നാൽ സൗന്ദര്യത്തിൻ്റെ അലകൾ എന്നാണ് അർത്ഥമാക്കുന്നത്. ഇതിലെ 41 ശ്ലോകങ്ങൾ ആനന്ദലഹരി എന്നും പിന്നീടുള്ള 59 ശ്ലോകങ്ങൾ സൗന്ദര്യലഹരി എന്നും അറിയപ്പെടുന്നു. ഒരിക്കൽ ആദിശങ്കരാചാര്യർ കൈലാസം സന്ദർശിച്ചപ്പോൾ അവിടെ ഒരു ചുമരിൽ കൊത്തിവെച്ചതായി അദ്ദേഹം കണ്ടവയാണ് ആദ്യത്തെ ഭാഗമെന്നും ബാക്കിയുള്ള ശ്ലോകങ്ങൾ അദ്ദേഹം കൂട്ടിച്ചേർത്ത് സ്തോത്രം പൂർത്തീകരിച്ചുമെന്നാണ് ഐതിഹ്യം. ദേവീഭക്തരുടെ ഇടയിൽ സഹസ്രാബ്ദങ്ങളായി പ്രചാരത്തിലിരിക്കുന്ന ഈ സ്തോത്രത്തിന് സംസ്കൃതത്തിൽ തന്നെ 36-ലധികം വ്യാഖ്യാനങ്ങളുണ്ട്. നമുക്കറിയാം, രോഗദുരിതങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് നമുക്കിടയിൽ ഏറെയും. രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ സൗന്ദര്യലഹരിയിലെ 35-ാം ശ്ലോകം 21 തവണയോ അല്ലെങ്കിൽ 108 തവണയോ ഒന്ന് ജപിച്ചു നോക്കൂ. മരുന്നിനൊപ്പം തന്നെ ഈ മന്ത്രവും ഒന്ന് ജപിച്ചു നോക്കൂ. അത്ഭുതാവഹമായി നിങ്ങളുടെ രോഗപീഠയിൽ കുറവ് വരുന്നത് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ കഴിയും. സൗന്ദര്യലഹരിയിലെ 35-ാം ശ്ലോകം ഇതാണ്: ത്വം മന, ത്വം വ്യോമ, ത്വം മരുത്, അസിത്വം മരുത് സാരഥി, അസിത്വം ആപഹ, ത്വം ഭൂമി, ത്വയി പരിണതായാം പരം നഹി, ത്വം ഏവ വിശ്വവപുഷാ പരിണമയിതും ശിവയുവതി ഭാവേന ചിദാനന്ദാകാരം സ്വാത്മാനം ബിഭൃഷേ. ഈ ശ്ലോകം ഞാൻ ഒന്നുകൂടെ വായിക്കാം. അതിനു മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഗണപതി ഭഗവാനെ ഒന്ന് സ്മരിക്കുക എന്നാണ്. ഓം ഗം ഗണപതേ നമ, ഓം ഗുരുഭ്യോ നമ, ഓം ശ്രീ മഹാദേവിയേ നമ. ഈ 3 വരികൾ ഓരോ വട്ടം പറഞ്ഞതിന് ശേഷം 35-ാം ശ്ലോകം 21 തവണയോ 108 തവണയോ ജപിക്കാവുന്നതാണ്. ശ്ലോകം ഒന്നും കൂടെ വായിക്കാം. ത്വം മന, ത്വം വ്യോമത്വം മരുത്, അസിത്വം മരുത് സാരഥി, അസിത്വം ആപഹ, ത്വം ഭൂമി, ത്വയി പരിണതായാം പരം നഹി, ത്വം ഏവ വിശ്വവപുഷാ പരിണമയിതും ശിവയുവതി ഭാവേന ചിദാനന്ദാകാരം സ്വാത്മാനം ബിഭൃഷേ. ഇതിൻ്റെ അർത്ഥം ഇതാണ്: അല്ലയോ അമ്മേ, അമ്മ തന്നെയാണ് മനസ്സ്. ആകാശതത്വവും വായുതത്വവുമെല്ലാം അമ്മ തന്നെയാണ്. മാത്രമല്ല, അഗ്നിതത്വവും ജലതത്വവും മൂലാധാരസ്ഥിതമായ ഭൂമിതത്വവും അമ്മയാണ്. ജഗദീശ്വരി തന്നെയാണ് ഈ വിധത്തിൽ പരിണമിച്ചിരിക്കുന്നത്. പരമശിവഭഗ്നി എന്ന ഭാവത്തോടെ, അതായത് പരമശിവൻ്റെ പത്നി എന്ന ഭാവത്തോടെ ജ്ഞാനാനന്ദമായ തൻ്റെ സ്വരൂപത്തെ ധരിക്കുന്നവളാണമ്മ. ഇതാണിതിൻ്റെ അർത്ഥം. ഇനി ദാമ്പത്യ കലഹം മാറി ഐക്യമുണ്ടാകാനായിട്ട് സൗന്ദര്യലഹരിയിലെ 46-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ജപിക്കേണ്ടത്. ഈ ശ്ലോകം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗണപതി ഭഗവാനെയും ഗുരുവിനെയും ദേവിയെയും ഓരോ പ്രാവശ്യം സ്മരിച്ചതിന് ശേഷം
46-ാം ശ്ലോകം 21 തവണയോ 108 തവണയോ ജപിക്കുക. ശ്ലോകം ഇതാണ്: ലലാടം ലാവണ്യദ്യുതി വിമല മാഭാതി തവയത് ദ്വിതീയം തന്മന്യേ മകുടഘടിതം ചന്ദ്രശകലം വിപര്യാസന്യാസാത് ഉഭയമപി സംഭൂയ ചമിത സുതാലേപസ്യുതി പരിണമതി രാഗാഹിമകര. ഇതിൻ്റെ അർത്ഥം: ദേവിയുടെ മനോഹരമായ നെറ്റിത്തടം ചന്ദ്രനെപ്പോലെ ശോഭിക്കുന്നു. ദേവിയുടെ നെറ്റിത്തടം കിരീടത്തിലെ ചന്ദ്രക്കല പോലെ രണ്ടാമത്തെ മുഖമായി കാണുന്നു. ഈ ചന്ദ്രക്കലയെ ദേവിയുടെ താഴേക്ക് വളഞ്ഞ നെറ്റിത്തടവും ചേരുമ്പോൾ അത് പൂർണ്ണചന്ദ്രനായി പരിണമിക്കുന്നു. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇത് നിങ്ങൾ 21 രൂപയോ 108 രൂപയോ ജപിച്ചു നോക്കൂ. കലഹങ്ങളെല്ലാം മാറി ഭാര്യയും ഭർത്താവും സന്തോഷമായി ജീവിക്കും. ഇനി കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കായിട്ട് സൗന്ദര്യലഹരിയിൽ ശ്ലോകമുണ്ട്. 95-ാം ശ്ലോകം ഒന്ന് ജപിച്ചു നോക്കൂ. മേൽ പറഞ്ഞതുപോലെ തന്നെ ഗണപതി ഭഗവാനെ സ്മരിക്കുക, ഗുരുവിനെ സ്മരിക്കുക, ദേവിയെ സ്മരിക്കുക. അതിനുശേഷം ഈ ശ്ലോകമൊന്ന് ജപിച്ചു നോക്കൂ. അത്ഭുതാവഹമായ ധനപുരോഗതി നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ശ്ലോകം ഇതാണ്: പുരാരാധേരന്ത പുരമസി തതസ്ത്വച്ചരണയോ സബര്യാമര്യാദ തരളകരണാനാമ സുലഭ തഥാഹ്യേതേ നീത ശതമഖമുഖാ സിദ്ധിമതുലാം തവ ദ്വാരോപാന്ത സ്ഥിതിഭിരണി മാദ്യാഭിരമര. ഇതിൻ്റെ അർത്ഥം ഇതാണ്: അല്ലയോ അമ്മേ, ത്രിപുരാന്തകൻ്റെ സഹധർമ്മിണിയാകുന്നു. അതുകൊണ്ട് നിൻ തിരുവടിയുടെ ചരണങ്ങളുടെ പൂജാവിധി തരളകരണന്മാരായവർക്ക് ദുർലഭമാകുന്നു എന്ന് പ്രസിദ്ധമാണ്. അതുകൊണ്ട് ദേവേന്ദ്രാദികൾ നിൻ തിരുവടികളുടെ ഭവനദ്വാര സമീപത്തിൽ സ്ഥിതി ചെയ്യുന്ന അണിമാദികളോട് അസദൃശമായ സിദ്ധിയെ പ്രാപിച്ചതായി ഭവിച്ചു. ഇതാണിതിൻ്റെ അർത്ഥം. ഇനിയും ഇതുപോലെ നിരവധി പ്രശ്നങ്ങൾക്ക് സൗന്ദര്യലഹരിയിലെ ശ്ലോകങ്ങൾ പ്രയോജനപ്രദമാണ്. അത് നമുക്ക് വരും വീഡിയോകളിൽ മനസ്സിലാക്കാം. ഏവർക്കും സമ്പത്തും ഐശ്വര്യവും ദീർഘായുസ്സും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. നന്ദി.